ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഒന്നാമത്തെ ചാപ്റ്ററായ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ പീരിയോഡിക് ടേബിൾ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പീരിയോഡിക് ടേബിൾ എന്താണ്, പീരിയോഡിക് ടേബിൾ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പീരിയോഡിക് ടേബിൾ അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഓരോ വസ്തുക്കളും ചെറിയ ചെറിയ കണികകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെ നമ്മൾ ആറ്റം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ ആറ്റത്തിൽ എന്തൊക്കെയുണ്ട്? പ്രോട്ടോൺസ് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ്, ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ്, പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളും. നമ്മൾ ബോർ മോഡൽ ഓഫ് ആറ്റം നമുക്കറിയാം. ബോർ മോഡൽ ഓഫ് ആറ്റം പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നു. ബോർ മോഡൽ ഓഫ് ആറ്റം എന്താണെന്ന് നോക്കാം. ബോർ മോഡൽ ഓഫ് ആറ്റം ന്യൂക്ലിയസ്, ഈ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകൾ ന്യൂക്ലിയസ് കേന്ദ്രീകരിച്ചിരിക്കുന്ന ആ ഭാഗത്തെയാണ് ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ ഉണ്ട്. അപ്പം ആദ്യത്തെ ഇതിനെ ഷെല്ലുകൾ എന്ന് വിളിക്കുന്നു. ഈ ഇതിനെ നമ്മൾ ഷെല്ലുകൾ എന്ന് വിളിക്കുന്നു. ആദ്യത്തെ ഷെല്ല് കെ എന്നും, രണ്ടാമത്തെ ഷെല്ലിനെ എൽ എന്നും, മൂന്നാമത്തതിനെ എം, നാലാമത്തെ ഷെല്ല് എൻ എന്നും അറിയപ്പെടുന്നു. ഇപ്പം നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതായത് ഇലക്ട്രോണുകളുടെ അറേഞ്ച്മെൻറ്റ്, അതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇപ്പോൾ നമ്മൾ KLM ഈ ഷെല്ലുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എഴുതുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം, ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നുണ്ട്. അപ്പോൾ ന്യൂക്ലിയസിൽ നിന്ന് അകന്നു പോകുന്തോറും ഈ ഷെല്ലുകൾക്ക്, ഈ ഇലക്ട്രോണുകൾക്ക് ന്യൂക്ലിയസിൽ നിന്ന് അകന്നു പോകുന്നതനുസരിച്ച് ഈ ഷെല്ലുകൾക്ക് എനർജി കൂടുതലായിരിക്കും. കാരണം ന്യൂക്ലിയസിൻ്റെ സ്വാധീനം അവിടെ കുറയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എനർജി കൂടുതലായിരിക്കും. അപ്പോൾ ന്യൂക്ലിയസിൽ നിന്ന് അകന്നു പോകുന്തോറും ഷെല്ലുകളുടെ എനർജി കൂടിക്കൊണ്ടിരിക്കും. ഇപ്പം നമുക്ക് ഉദാഹരണം സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 11. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11. സോഡിയം നമുക്ക് 11ആണ്. ഇനി ഈ K ഷെല്ലിൽ ഓരോ ഷെല്ലുകളിലും എത്ര ഇലക്ട്രോണുകൾ അക്കോമഡേറ്റ് ചെയ്യാം നമുക്ക് നോക്കാം. ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് in a shell. Equal to 2n square. എത്ര ഒരു ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യും? 2n square. ഈ n എന്ന് പറഞ്ഞാൽ ഷെല്ലുകളുടെ എണ്ണം. ആദ്യത്തെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്, അതാണ് ഈ n. അപ്പോൾ K എന്ന ഷെല്ലിൽ Kയിൽ 2 × K എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഷെല്ലാണ്. 2 × 1. അപ്പോൾ n എന്ന് പറഞ്ഞാൽ എത്രയാണ്? n = 1. Kയിൽ എത്ര അക്കോമഡേറ്റ് ചെയ്യാം? 2 × 1 സ്ക്വയർ. 2 × 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 തന്നെ. ഇപ്പോൾ Kയിൽ നമുക്ക് 2 ഷെല്ലുകൾ. Lയിൽ 2n സ്ക്വയർ. 2n സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 × L രണ്ടാമത്തെ ഷെല്ല്. അപ്പോൾ 2 സ്ക്വയർ. 2 × 2 സ്ക്വയർ 4. 4 × 2 8. Lയിൽ നമുക്ക് 8 ഇലക്ട്രോൺസ്. Mയിൽ 2n സ്ക്വയർ. 2 × 3 സ്ക്വയർ. മൂന്നാമത്തെ ഷെല്ലാണ് M. 2 × 3 സ്ക്വയർ. 3 സ്ക്വയർ 9. 9 × 2 18. Nയിൽ n എന്ന് പറഞ്ഞാൽ നാലാമത്തെ ഷെല്ല്. 2n സ്ക്വയർ. 2 × 4 സ്ക്വയർ. 4 സ്ക്വയർ 16. 16 × 2 32. അപ്പോൾ ഓരോ ഷെല്ലുകളിലും നമുക്ക് എത്ര എണ്ണം അക്കോമഡേറ്റ് ചെയ്യാം? Kയിൽ 2 ഇലക്ട്രോൺസും, Lയിൽ 8 ഇലക്ട്രോൺസും, Mയിൽ 18 ഇലക്ട്രോൺസും, Nയിൽ 32 ഇലക്ട്രോൺസും. ഇതാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് ഓരോ ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യാവുന്നത്. ഇനി അതെങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പോൾ നമ്മൾ പഠിച്ചു Kയിൽ 2 ഇലക്ട്രോൺ, Lയിൽ 8 എണ്ണം, Mയിൽ 18 എണ്ണം, Nയിൽ
32. അപ്പോൾ നമ്മൾ അറ്റോമിക് നമ്പർ സോഡിയം നമ്മളെടുത്തു. സോഡിയത്തിൻ്റെ സിമ്പൽ എന്നെ, സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 13. ഇപ്പോൾ നമ്മളോട് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞു. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യത്തെ ഷെല്ലിൽ 2 എണ്ണം, രണ്ടാമത്തെ ഷെല്ലിൽ 11, മൊത്തം 11 അറ്റോമിക് നമ്പർ. രണ്ടാമത്തെ ഷെല്ലിൽ 8 എണ്ണം, 8 2 10, ബാക്കി 1. മൂന്നാമത്തെ ഷെല്ലിൽ 1 എണ്ണം. അപ്പോൾ കെ ഷെല്ലിൽ 2 എണ്ണം, എൽ ഷെല്ലിൽ 8 എണ്ണം, എം ഷെല്ലിൽ 1 എണ്ണം, കെ എൽ എം. അപ്പോൾ 3 ഷെല്ലുകളാണുള്ളത്. സോഡിയം അറ്റോമിക് നമ്പർ 11. കെ എന്ന ഷെല്ലിൽ 2 എണ്ണം അക്കോമഡേറ്റ് ചെയ്തു. എൽ എന്ന ഷെല്ലിൽ 8 എണ്ണം. അപ്പോൾ മാക്സിമം കെ ഷെല്ലിൽ 2 എണ്ണം, എൽ ഷെല്ലിൽ 8 എണ്ണമാണ്. ബാക്കി വന്നത് നമ്മൾ എം ഷെല്ലിലേക്ക്. അപ്പോൾ എം ഷെല്ലിൽ 1 എണ്ണം. ഇത് നമ്മൾ അടുത്തത് മാഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 12. അപ്പോൾ എങ്ങനെ എഴുതാം? 2 8 2 ഇങ്ങനെ നമുക്ക് എഴുതാം. അപ്പോൾ 2 8 2 12. കെ ഷെല്ലിൽ 2 എണ്ണം, എൽ ഷെല്ലിൽ 8 എണ്ണം, എം ഷെല്ലിൽ 2 എണ്ണം. ഇങ്ങനെ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് ഓരോന്നിൻ്റെയും നമുക്ക് എഴുതാം. അതിനു മുമ്പ് നമ്മൾ 20 വരെയുള്ള എലമെൻറ്റ്സ് നിങ്ങൾ എന്തായാലും 20 വരെയുള്ളത് പഠിച്ചിരിക്കണം. ഹൈഡ്രജൻ, ഫസ്റ്റ് ഹൈഡ്രജൻ, സെക്കൻഡ് ഹീലിയം, അങ്ങനെ നിങ്ങളത് പഠിച്ചിരിക്കണം. 20 വരെയുള്ള എലമെൻറ്റ്സ് അറ്റ്ലീസ്റ്റ് 20 എണ്ണമെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഹൈഡ്രജൻ 1, ഹീലിയം 2, ലിത്തിയം 3, ബെറിലിയം 4, ബോറോൺ 5, കാർബൺ 6, നൈട്രജൻ 7, ഓക്സിജൻ 8, ഫ്ലൂറിൻ 9, നിയോൺ 10, സോഡിയം 11, മാഗ്നീഷ്യം 12, അലുമിനിയം 13, സിലിക്കൺ 14, ഫോസ്ഫറസ് 15, സൾഫർ 16, ക്ലോറിൻ 17, ആർഗൺ 18, പൊട്ടാഷ്യം 19, കാൽഷ്യം 20. ഇതിൽ നമുക്ക് ഏതിൻ്റെയും അറ്റോമിക് നമ്പർ നമ്മൾ എല്ലാത്തിൻ്റെ അറ്റോമിക് നമ്പർ അറിഞ്ഞിരിക്കണം. പീരിയോഡിക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിച്ചാൽ നമ്മൾ എഴുതാനായിട്ട് എല്ലാത്തിൻ്റെ അറ്റോമിക് നമ്പർ നമ്മൾ പഠിച്ചിരിക്കും. അപ്പം നമ്മൾ സോഡിയത്തിൻ്റെ എഴുതി, മാഗ്നീഷ്യത്തിൻ്റെ എഴുതി. ഇനി നമ്മളോട് അലുമിനിയത്തിൻ്റെ എഴുതാൻ പറയുകയാണ്. അപ്പോൾ അലുമിനിയം അറ്റോമിക് നമ്പർ 13. എങ്ങനെ എഴുതാം? 2 8 3. എങ്ങനെ എഴുതാം നമുക്ക്? അപ്പോൾ നമ്മളിവിടെ കെ എൽ എം എൻ ഇങ്ങനെ നമ്മൾ ഷെല്ലുകൾ പഠിച്ചു. കെ ഷെല്ല്, എം ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്, എൻ ഷെല്ല്. ഇനി ഈ കെ ഷെല്ല്, ഇതൊക്കെ ഷെല്ലുകൾ. ഇതിന് സബ് ഷെല്ലുകളുണ്ട്. കെ ഷെല്ലിൽ സബ് ഷെല്ലുണ്ട്. കെ ഷെല്ലിൽ ഒരു സബ് ഷെല്ലാണുള്ളത്, അത് എസ്. അപ്പോൾ നമ്മൾ കെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഷെല്ലായതുകൊണ്ട് 1s. കെ ഷെല്ലിൽ ഒരു സബ് ഷെൽ, അത് എസ്. എൽ ഷെല്ലിൽ എത്ര സബ് ഷെല്ലുകളുണ്ട്? സെക്കൻഡ് ഷെല്ലിൽ ഇപ്പോൾ 2 സബ് ഷെൽ. അപ്പം നമ്മൾ സെക്കൻഡ് ഷെല്ലായതുകൊണ്ട് 2s 2p. എൽ ഷെല്ലിൽ 2 സബ് ഷെല്ലുകൾ. എം ഷെല്ലിൽ എത്ര സബ് ഷെല്ലുകളാണ്? 3 സബ് ഷെല്ലുകൾ. അപ്പം നമ്മൾ 3s 3p 3d ഇങ്ങനെയുണ്ട്. എൻ ഷെല്ലിൽ എത്ര സബ് ഷെല്ലുകളാണ്? 4 ഷെല്ലുകളുണ്ട്. 4 സബ് ഷെല്ലുകൾ. 4s 4p 4d 4f. അപ്പം നമ്മൾ കെ എൽ എം എൻ ഷെല്ലുകളാണെന്ന് പഠിച്ചു. കെ ഷെല്ലിലെ സബ് ഷെല്ലുകൾ, ഓരോ ഷെല്ലിനും സബ് ഷെല്ലുകളുണ്ട്. കെ ഷെല്ലിൽ ഒരു സബ് ഷെൽ 1s, എൽ ഷെല്ലിൽ 2 സബ് ഷെൽ 2s 2p, എം ഷെല്ലിൽ 3 സബ് ഷെൽ 3s 3p 3d, എൻ ഷെല്ലിൽ 4s 4p 4d 4f. നമുക്ക് എനർജി അനുസരിച്ച് നമ്മൾ പഠിച്ചു, ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും ഇലക്ട്രോണുകൾക്ക് എനർജി കൂടുതലായിരിക്കും. അപ്പോൾ ആദ്യത്തെ ഷെല്ലിൽ, കെ ഷെല്ലിൽ ഒരു എസ് ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നോക്കാം, ഒരു എസ്സിൽ എനർജി കഴിഞ്ഞ് കൂടി വരാം. ഇത് എനർജി കൂടി വരുന്നതിനനുസരിച്ചാണ്. അപ്പോൾ ആരമാർക്കൊന്ന് ശ്രദ്ധിക്കുക, എനർജി കൂടി വരുന്നതിനനുസരിച്ചാണ് നമ്മൾ ഡയഗ്രം ഇട്ടിരിക്കുന്നത്. അപ്പോൾ 1s കഴിഞ്ഞാൽ പിന്നെ 2s കഴിഞ്ഞാൽ 2p, പിന്നെ 3s,
പിന്നെ എന്താ വരുന്നത് 3p 4s കഴിഞ്ഞിട്ടാണ് 3d വരുന്നത്. അപ്പോൾ 4sനേക്കാൾ എനർജി കൂടുതൽ 3dക്കാണ്. അത് കഴിഞ്ഞ് 4p 5s കഴിഞ്ഞ് നെക്സ്റ്റ് എനർജി വരുന്നത് 5sനേക്കാൾ എനർജി കൂടുതൽ 4d, പിന്നെ 5p 6s അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. അപ്പോൾ 1s 2s 2p 3s 3p 3d 3p 4s 3d 4p 5s. ഇനി നമുക്കതൊന്ന് ഇൻക്രീസിങ് ഓർഡറിൽ എഴുതി നോക്കാം. നമ്മളിപ്പോൾ എനർജി എങ്ങനെയാണ് ഓർഡർ ചെയ്യുക, അതായത് ഇൻക്രീസിങ് ഓർഡറിൽ എങ്ങനെ എഴുതാൻ നോക്കാം. 1s 2s 2p 3s 3p 4s 3d. അപ്പോൾ എസ്സിൽ മാക്സിമം 2 ഇലക്ട്രോൺസ്, പിയിൽ മാക്സിമം 6 ഇലക്ട്രോൺസ്, ഡിയിൽ മാക്സിമം 10 ഇലക്ട്രോൺ, എഫിൽ 14 ഇലക്ട്രോൺസ്. ഇങ്ങനെയാണ് അക്കോമഡേഷൻ. എസ്സിൽ 2 ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യും, പിയിൽ 6 ഇലക്ട്രോൺസ്, ഡിയിൽ 10 ഇലക്ട്രോൺസ്, എഫിൽ 14 ഇലക്ട്രോൺസ്. അപ്പോൾ നമുക്ക് ഒരു എഴുതി നോക്കാം. സോഡിയം 11 സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞാൽ സോഡിയത്തിൽ 281. അപ്പോൾ 1s2 2s2 2p6 2s2 2p6. ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ, തേർഡ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ 3s1. അപ്പോൾ 1s2 2s2 2p6 3s1. ഇതാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ നോക്കാം, കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, എൽ ഷെല്ലിൽ 6 2 8 ഇലക്ട്രോൺ, എം ഷെല്ലിൽ 1 ഇലക്ട്രോൺ. അപ്പോൾ ടോട്ടൽ 11. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11. അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിക്കുമ്പോൾ 1s2 2s2 2p6 3s1 ഇങ്ങനെയാണ് നമ്മൾ എഴുതാം. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം നോക്കാം. പൊട്ടാഷ്യം 19 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6. നോക്കാം, 4 2 2 4 10 10 2 12 6 18, ബാക്കി 1. 3s2 3p6. ഇനി നമ്മൾ എന്ത് ചെയ്യും നോക്കി, 3p കഴിഞ്ഞാൽ പിന്നെ d ആണ് വരുന്നത്, പക്ഷെ നമ്മളത് ചെയ്യില്ല. 4s1 3d 4s കഴിഞ്ഞിട്ടല്ലേ 3d വരുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ 4s1 എഴുതുന്നത്. അപ്പോൾ 1s2 2s2 2p6 3s2 3p6 4s1. എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? എനർജി ലെവൽ അനുസരിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എനർജി ലെവൽ അനുസരിച്ച് 3dയേക്കാളും കുറവാണ് 4sന്. അപ്പോൾ 1sന് കൂടുതൽ എനർജി വരും, കുറവ് എനർജി. അതിനേക്കാൾ കൂടുതൽ 2sന്, അതിനേക്കാൾ കൂടുതൽ 2pക്ക്, അതിനേക്കാൾ കൂടുതൽ 3s 3p 4s 3d. അങ്ങനെയാണ് നമ്മൾ എനർജി ഓർഡർ പഠിച്ച് ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി ലെവൽ. അപ്പോൾ നമ്മൾ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എപ്പോഴും എങ്ങനെ എഴുതണം? ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി ലെവൽ. ഇൻക്രീസിങ് ഓർഡർ എങ്ങനെയായിരിക്കണം? 1s കഴിഞ്ഞാൽ പിന്നെ 2s, 2s കഴിഞ്ഞാൽ 2p, 2p കഴിഞ്ഞാൽ 3s, 3s കഴിഞ്ഞാൽ 3p, 3p കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക 4s, എന്നിട്ടാണ് 3d എഴുതാം. 3dക്കാണ് 4sനേക്കാൾ എനർജി കൂടുതൽ. അപ്പോൾ നമ്മൾ പൊട്ടാഷ്യം എഴുതുമ്പോൾ നമ്മൾ 1s2 2s2 2p6 3s2 3p6 4s1 അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, എം ഷെല്ലിലും 8 ഇലക്ട്രോൺ, എൻ ഷെല്ലിൽ 1 ഇലക്ട്രോൺ. 2 8 8 1. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 8 1. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 4s1. ഇങ്ങനെയാണ് നമ്മൾ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി ലെവൽ സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി. അപ്പം എന്താ? 1sനേക്കാളും കൂടുതൽ 2s, 2sനേക്കാളും കൂടുതൽ 2p, 2pയേക്കാളും കൂടുതൽ 3s, അതിനേക്കാളും കൂടുതൽ 3p, അതിനേക്കാളും കൂടുതൽ 4s, അത് കഴിഞ്ഞിട്ടാണ് 3d വരുന്നത്. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? 1s1.
ഹീലിയം, ഹീലിയത്തിൻ്റെ 1s2, ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2. ഇത് അറ്റോമിക് നമ്പറിൻ്റെ ഓർഡറിലാണ് ഞാൻ എഴുതുന്നത് കേട്ടോ. ലിത്തിയം, ലിത്തിയം എന്താ 1s2 2s1. ബെറിലിയം, ബെറിലിയം 1s2 2s2. ബോറോൺ, ബോറോൺ 5 ആണ്, അപ്പോൾ 1s2 2s2 2p1. കാർബൺ, കാർബൺ 6 ആണ്, 1s2 2s2 2p നോക്കാം. 2 2 4 ബാക്കി 2 2p2. നൈട്രജൻ, നൈട്രജൻ 7 ആണ്, 1s2 2s2 2p നോക്കാം. 2 2 4 4 3 7 2p3. ഓക്സിജൻ, ഓക്സിജൻ 8 ആണ്, 1s2 2s2 2p4. 4 2 2 4 4 4 8. നെക്സ്റ്റ് വരുന്നത് ഫ്ലൂറിൻ, ഫ്ലൂറിൻ 9 ആണ്, 1s2 2s2 2p എത്ര വരും നോക്കാം. 2 2 4 4 5 9 2p5. അടുത്ത് വരുന്നത് ഫ്ലൂറിൻ കഴിഞ്ഞാൽ നിയോൺ, നിയോൺ 10, 1s2 2s2 2p6. നമ്മൾ പീരിയോഡിക് ടേബിൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 18th ഗ്രൂപ്പ് എലമെൻറ്റ്സ്. 18th ഗ്രൂപ്പ് എലമെൻറ്റ്സിൻ്റെ പ്രത്യേകത എന്താ? 18th ഗ്രൂപ്പ് എലമെൻറ്റ്സ് നമ്മളവരെ നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസ് എന്ന് വിളിക്കും. നോബിൾ ഗ്യാസസ് അവർ ഒക്ടറ്റ് തികഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ കോൺഫിഗറേഷൻ നോക്കാം, ഫുള്ളി ഫിൽഡാണ്, എല്ലാ ഇലക്ട്രോൺസും ഫുൾ ഫിൽഡാണ്. 1s2 ഫസ്റ്റ് ഷെല്ല്, കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ. അപ്പോൾ ഇവർ ഒക്ടറ്റ് തികഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ നോബിൾ ഗ്യാസസ്, എല്ലാം തികഞ്ഞവർ അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസ്, ഇവർ ഒരു കെമിക്കൽ റിയാക്ഷനും പങ്കെടുക്കാത്തതുകൊണ്ട് നമ്മളിവരെ ഇനേർട്ട് ഗ്യാസസ് എന്നും വിളിക്കുന്നു. ഇനി നിയോൺ കഴിഞ്ഞു. സോഡിയം, സോഡിയം 1s2 2s2 2p6. 2 2 4 4 6 10 3s1. മാഗ്നീഷ്യം, മാഗ്നീഷ്യം 1s2 2s2 2p6. 2 2 4 4 6 10 ബാക്കി 3s2. മാഗ്നീഷ്യം കഴിഞ്ഞു. അടുത്ത് അലുമിനിയം, അലുമിനിയം 1s2 2s2 2p6 3s2 3p നോക്കാം. 2 2 4 4 6 10 10 2 12 1 13 3p1. സിലിക്കൺ 1s2 2s2 2p6 3s2 3p2 4 4 10 12 14. ഫോസ്ഫറസ് 1s2 2s2 2p6 3s2 3p3. സൾഫർ 1s2 2s2 2p6 3s2 3p4. ക്ലോറിൻ 1s2 2s2 2p6 3s2 3p5. ആർഗൺ, ആർഗൺ 18th ഗ്രൂപ്പാണ്, നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ്. 1s2 2s2 2p6 3s2 3p6. ഫുള്ളി ഫിൽഡാണ് നോക്കാം. 2 കെയിൽ 2 എണ്ണം, എല്ലിൽ 8 എണ്ണം, എമ്മിലും 8 എണ്ണം 3p6. അടുത്ത് വരുന്നത് ആർഗൺ കഴിഞ്ഞാൽ ഏതാ? പൊട്ടാഷ്യം 1s2 2s2 2p6 3s2 3p6 4s1. പൊട്ടാഷ്യം കഴിഞ്ഞു. കാൽഷ്യം 1s2 2s2 2p6 3s2 3p6 4s2. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ചാപ്റ്ററിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും എങ്ങനെ എഴുതാമെന്ന് നമ്മൾ പഠിച്ചു. കൂടാതെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? നമ്മളതിൻ്റെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി, അതായത് എനർജി ഇൻക്രീസിങ് ഓർഡർ 1s കഴിഞ്ഞാൽ 2s കഴിഞ്ഞാൽ 2p 3s 3p 4s കഴിഞ്ഞിട്ടാണ് 3d വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.